ഹലോ, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണിന്ന്. അപ്പം ഇന്ന് ഗിഫ്റ്റ് കൊടുക്കുക, പിന്നെ കുറച്ച് പർച്ചേസൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. അങ്ങനെ ഫസ്റ്റ് പോയിട്ട് ചെരുപ്പ് വാങ്ങിക്കാനാണ്. ലക്ഷ്മിയുടെ ചേച്ചിയുടെ എൻഗേജ്മെൻറ്റ് വരിക. അപ്പം അവൾക്ക് അതിനിടാൻ വേണ്ടി കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വിചാരിച്ച് ചെരുപ്പ് നോക്കാമെന്ന്. അങ്ങനെ പോയി കുറേ നോക്കി. ലാസ്റ്റ് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടു, അതെടുത്തു. അങ്ങനെ അത് ബില്ലൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഓപ്പോസിറ്റ് കാണുന്നതൊരു മന്തിക്കട. അപ്പം നെക്സ്റ്റ് വിചാരിച്ചെങ്കിൽ പിന്നെ കഴിച്ചിട്ട് പോകാമെന്ന്. ഞങ്ങൾ ഇറങ്ങിയത് തന്നെ ഉച്ചയ്ക്ക്. അപ്പം നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അവളുടെ ഗിഫ്റ്റൊക്കെ കാണിച്ചു തരുമായിരുന്നു, ചേച്ചി കൊടുത്തതൊക്കെ. അങ്ങനെ ആ ഗിഫ്റ്റൊക്കെ കണ്ട് ഞാൻ പറഞ്ഞു, ഗിഫ്റ്റൊന്നും കൊണ്ടുവന്നിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ഫുഡ് ഓർഡർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കയറിയപ്പോഴേ പ്ലാൻ ചെയ്തു മന്തിയും. ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് മന്തി ഇഷ്ടമല്ലാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ നൂഡിൽസ് വാങ്ങാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്താൽ പിന്നെയും ചുമ്മാ മെനുവിൽ ഇങ്ങനെ ചുമ്മാ നോക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എറണാകുളത്ത് ഇരിക്കുന്ന സമയത്ത് ഫാനായതാണ് മന്തിയുടെ. അവിടെ ഞങ്ങൾ ഫസ്റ്റ് ടൈം അവിടെ പോയിട്ട് ആദ്യം കഴിക്കുന്ന അൽറീമിലെ മന്തിയാണ്. അത് കഴിച്ചതും മന്തി ഫാനായി ഞാൻ ലക്ഷ്മി. എറണാകുളത്ത് പോകുന്നതിന് മുൻപ് വരെ ഞങ്ങൾ ഒരുമിച്ച് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കഴിക്കാറ്. പക്ഷേ എറണാകുളത്ത് പോയതിന് ശേഷം എവിടെ പോയാലും ഞങ്ങൾ കഴിക്കുന്ന മന്തി ആയിരിക്കും. കാരണം എറണാകുളത്ത് പോയി അൽറീമിലെ മന്തി കഴിച്ചതിന് ശേഷം ഞങ്ങൾ മന്തിയുടെ കട്ട ഫാൻസായിട്ട് മാറി. അങ്ങനെ ഓരോന്നോരോന്നേ വന്നു തുടങ്ങി. ആദ്യം തന്നെ ലൈം ജ്യൂസ് വന്നു, പിന്നെ ഞങ്ങളുടെ മന്തി വന്നു. മന്തി കാണുമ്പോൾ തന്നെ എന്താ ഒരു സന്തോഷം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ന്യൂഡിൽസ് വന്നു. ന്യൂഡിൽസിന് നല്ല ടേസ്റ്റായിരുന്നു, മന്തിക്കും നല്ല ടേസ്റ്റായിരുന്നു, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മന്തി ക്വാർട്ടർ മന്തി ആയിരുന്നു. ഞങ്ങൾ എപ്പോഴും ക്വാർട്ടർ വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്യുക ചെയ്യാറ്. അങ്ങനെ ആദ്യം തന്നെ എല്ലാത്തിനും ഫോട്ടോസൊക്കെ എടുക്കുക. അങ്ങനെ ഫുഡിൻ്റെ ഫോട്ടോസും വീഡിയോസും സെക്ഷൻ ഫുൾ കഴിഞ്ഞു. ഇനി അറ്റാക്ക് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അങ്ങനെ മന്തിയൊക്കെ എടുത്തു, ഞങ്ങൾ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ മന്തിക്ക്. നല്ല മന്തിയായിരുന്നു. ആ റൈസും എല്ലാം നല്ലതായിരുന്നു. ഞങ്ങൾ ഷോപ്പിൽ കയറിയ ടൈമിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടായാലും എന്താ മന്തി കിട്ടിയില്ലേ. ഞങ്ങൾ കൊച്ചിയിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സൺഡേ ദിവസം ഫുഡില്ല. അപ്പോൾ ഞങ്ങൾ എണ്ണിക്കുന്ന അന്ന് ലേറ്റായിട്ടായിരിക്കും. അപ്പോൾ രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യും, എന്നിട്ട് ഉച്ചയ്ക്കായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ഉച്ചക്കലത്തെയും കൂടെ ഒന്നിച്ച് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ മന്തി ആയിരിക്കും ഓർഡർ ചെയ്യുന്നത്. അതും ഉച്ചക്കലത്തെ കഴിക്കുന്നത് 4 മണി ആ ടൈമിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ മന്തി ഓർഡർ ചെയ്യും. അപ്പോഴത്തേക്ക് അടുത്താണ് അൽറീം. അപ്പോൾ അൽറീമിലെ മന്തി ആയിരിക്കും ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ അവിടുത്തെ മന്തിയൊക്കെ ഓർഡർ ചെയ്ത് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഞങ്ങൾ എപ്പോഴും ക്വാർട്ടർ ഓർഡർ ചെയ്യാറ്. പക്ഷേ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നേരം മാത്രം, ഞങ്ങൾ ഉച്ചയ്ക്കും കഴിക്കും, അതിൻ്റെ ബാക്കി ഞങ്ങൾ നൈറ്റും കഴിക്കും. അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ലക്ഷ്മി ഇറക്കറെ കഴിച്ച് കഴിയാറായി. ഞാൻ ഭയങ്കര സ്ലോ ഈറ്ററാണ് കേട്ടോ. ഞാനാണ് ഏറ്റവും ലാസ്റ്റ് എപ്പോഴും കഴിച്ചെണ്ണിക്കാറ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നെക്സ്റ്റ് പോയത് വെറൈറ്റിയിലോട്ടായിരുന്നു. ചേച്ചിയുടെ എൻഗേജ്മെൻറ്റിൻ്റെ അടുപ്പിച്ച് അവർക്ക് കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് പൂവൊക്കെ കിട്ടി. ഞാൻ അത് ലക്ഷ്മിക്ക് ഇങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവർ വേണ്ടുന്ന സാധനമൊക്കെ വാങ്ങിച്ചു. എനിക്ക് തോന്നുന്നു ഒരു ലിപ്സ്റ്റിക്ക്, പിന്നെ ഒരു ഐബ്രോ പെൻസിൽ, പിന്നെ കുറച്ച് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റഡ് കമ്മൽ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പർച്ചേസ് മാത്രം. അങ്ങനെ അവിടുന്ന് കുട്ടി കുട്ടി സാധനമൊക്കെ വാങ്ങിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ കുറേ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു, വൈറ്റ് കളറിലും റെഡ് കളറിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അവിടെ ഒരുപാട് കമ്മൽസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കുറേയൊക്കെ. അങ്ങനെ അവിടുന്ന് ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല. അവൾക്ക് വേണ്ടുന്ന അത്യാവശ്യമുള്ള കാര്യം വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നെക്സ്റ്റ് മെയിൻ കാര്യം, നമ്മൾ വന്നത് തന്നെ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ്. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അവൾക്കത് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ഗിഫ്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? അവൾക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. എനിക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ശരിക്കും അപ്പോഴേക്കും ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യം ചെരുപ്പ് വാങ്ങിച്ചു, പിന്നെ ഫുഡ് കഴിച്ചു, പിന്നെ വെറൈറ്റിയിൽ കയറി. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ആയി. കാരണം ഫുഡ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ മൊത്തത്തിൽ കുറച്ച് ലേറ്റായി. പിന്നെ നേരത്തെ വീട്ടിൽ പോകേണ്ട കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. ഗിഫ്റ്റ് കൊടുത്തു, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കി. പക്ഷേ ഒന്നും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് വന്ന കാര്യമെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.